ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയത്തിനും ചേലക്കരയിലെ മോശമല്ലാത്ത വോട്ട് നിലയിലും ഉണ്ടായ സന്തോഷത്തിന് വലിയ ആയുസ്സുണ്ടായില്ല. ജയിച്ചാൽ പാർട്ടി, തോറ്റാൽ എന്റെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ വി ഡി സതീശന്റെ മുന്നേറ്റം ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തി. അവർ പതുക്കെ തലപൊക്കി തുടങ്ങി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നേരിടേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 31 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം പോരല്ലോ. താഴെത്തട്ടിൽ പാർട്ടിയുണ്ടോ? ചേലക്കരയിൽ അവസാന മാസം 171 ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചിട്ട് വിജയിക്കാനായില്ലെന്ന അനുഭവമുണ്ട്. താഴെത്തട്ടിൽ, ബൂത്തിൽ, വാർഡിൽ അവിടെയൊക്കെ പ്രചാരണത്തിന് നന്നായി പ്രവർത്തിക്കുന്നവരുടെ നിരയുണ്ടാക്കണം. ഓടി നടന്ന് പാർട്ടിയെ ഉണർത്താൻ ആരോഗ്യമുള്ള അധ്യക്ഷനുണ്ടാകണം. അത് കെ സുധാകരൻ എന്ന നേതാവിനെതിരായ എതിർപ്പല്ല എന്ന് പക്ഷമില്ലാത്തവർ പറയുന്നു. വിഡിക്കെതിരെ ചാണ്ടി ഉമ്മന്റെ വരവും സുധാകരനെ പിന്തുണച്ചുള്ള ശശി തരൂരിന്റെയും കെ മുരളീധരന്റെയും പ്രതികരണവും യാദൃശ്ചികമാണോ? മാറുമോ അതോ മാറ്റുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകരായി ജേക്കബ് ജോർജ് പൊടിപ്പാറ, ആനന്ദ് കൊച്ചുകുടി എന്നിവർ, അതോടൊപ്പം CPM പ്രതിനിധിയായി M പ്രകാശൻ മാഷുമുണ്ട്. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, പുനഃസംഘടന കോൺഗ്രസിൽ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പുനഃസംഘടനയിലേക്ക് പോകേണ്ടതുണ്ട്. പുനഃസംഘടന എന്നത് ഭാഗികമായിട്ടാണോ പൂർണ്ണമായിട്ടാണോ എന്ന ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒത്തിരിയും പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇനി എന്നാണ്. പഠിച്ചിട്ടും ശരിയായ പാഠം ഉൾക്കൊള്ളാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ്. അങ്ങേയറ്റം, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. കാരണം അടുത്ത തവണ കൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നില അങ്ങേയറ്റം ദയനീയമായിരിക്കും. അത് ഈ നേതാക്കൾ ഉൾക്കൊള്ളുന്നത് നന്ന് എന്ന് ആദ്യമേ ഞാൻ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് സംഘടന ബലപ്പെടണം. ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തെ കൊണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് അത് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പാലക്കാട്ടെ വിജയം, വയനാട്ടിലെ വിജയം അതൊക്കെ ഒരു കാര്യമാണ്. പക്ഷേ വയനാട്ടിൽ ഞങ്ങൾ ജയിച്ചു, പ്രിയങ്ക ഗാന്ധി ഗംഭീര ഭൂരിപക്ഷത്തോടെ ജയിച്ചു, പാലക്കാട്ട് കണ്ടില്ലേ ഞങ്ങൾ വലിയ വിജയം വരിച്ചു എന്നൊക്കെ പറഞ്ഞ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടിയില്ലേ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ പാർട്ടി ശക്തമാണ് എന്ന് കണക്ക് കൂട്ടുന്നത് അടിമുടി തെറ്റാണ് സ്മൃതി. അവിടെ കളി വേറെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഇരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് 9, ഒരു ഡിജിറ്റ് അക്കമാണ്. 9, 10, 2 ഡിജിറ്റിലേക്ക് കഴിയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. തിരുവനന്തപുരമാണ് കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന എല്ലാ സമരങ്ങളുടെയും കേന്ദ്രം തിരുവനന്തപുരമാണ്. ഇവിടെ ഒരു 2 ഡിജിറ്റ് അംഗങ്ങളെ നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. എൻ്റെ അർത്ഥം നല്ല പ്രഗത്ഭരായ യുവ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ്സിന് നിർത്താൻ കഴിഞ്ഞില്ല. അതിന് കാരണം KSU, യൂത്ത് കോൺഗ്രസ് എന്നീ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നില പരിങ്ങലിലായിരുന്നു. കോൺഗ്രസ് സംഘടനയുടെ കാര്യം പോകട്ടെ, അതാണ് പ്രശ്നം. അത് തിരുവനന്തപുരത്തെ മാത്രം പ്രശ്നമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് കണ്ടതാണ് കഴിഞ്ഞ തവണ. അതാണ് പ്രശ്നം. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം, ഇതൊക്കെ പറയാം. പക്ഷേ നേതൃത്വത്തിന് കഴിയേണ്ടത് എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോകാൻ കഴിയണം. ഒരു നേതാവ് മാത്രം പോരാ, 2 നേതാക്കൾ മാത്രം പോരാ. ധാരാളം നേതാക്കൾ കോൺഗ്രസ് പാർട്ടിക്കെന്നല്ല ഏത് പാർട്ടിക്കാണെങ്കിലും ഉത്തരവാദിത്തോടെ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം പല നേതാക്കന്മാരുണ്ടാവണം.
പലയിടത്ത് പല സമുദായങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ടാവണം. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ട് നേതാക്കൾക്ക് കീഴിൽ അണിനിരക്കുന്ന അണികളുമാണല്ലോ AI ഗ്രൂപ്പ്. പക്ഷേ ഇപ്പോൾ എയുമില്ല ഐയുമില്ല, ആ ഗ്രൂപ്പ് സമവാക്യങ്ങളല്ല. പക്ഷേ ഒരു ശാക്തിക ചേരി ഉണ്ടാകുന്നുണ്ട്, ശക്തനായ നേതാവിന് ചുറ്റും അണിനിരക്കുന്ന ഒരു വലിയ സംഘം ഉണ്ടാകുന്നുണ്ട്. അത് വേറെ രൂപത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം സഹായിക്കുമെന്നുള്ള വിഷയം അവിടെ നിൽക്കും. അല്ല, കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രശ്നം ഈ ശക്തരായ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞില്ലേ സ്മൃതി, ഇപ്പോൾ അങ്ങനെ ശക്തരായ ഒരു നേതാവും ഇല്ലെന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിൻ്റെ ബലഹീനതയും ദൗർബല്യവും. കോൺഗ്രസിന് ശക്തരായ നേതാക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. AK ആന്റണി, ഉമ്മൻചാണ്ടി, K കരുണാകരൻ, ഇങ്ങോട്ട് വന്ന് എത്രയോ, അതിനു മുമ്പ് തന്നെ എത്രയോ നേതാക്കന്മാർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, PT ചാക്കോ, എത്ര പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലം പോയി. അപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനത്തെ പ്രബലരായ ശക്തരായ കരുത്തരായ നേതാക്കൾ ഇല്ലാത്ത അവസ്ഥ വന്നിരുന്നു. അന്ന് ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അതിനെ കാണുന്നത് ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു. കരുണാകരൻ്റെ ഒരു ഭാഗത്ത്, അങ്ങപ്പുറത്ത് ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ വലിയ കരുത്തരായ തലയെടുപ്പുള്ള നേതാക്കന്മാർ. പക്ഷേ ആ ഗ്രൂപ്പ് പ്രവർത്തനം, നമ്മളൊക്കെ ഒന്ന് കോൺഗ്രസ്സിലൊക്കെ ചേരാൻ നോക്കിയാലേ കോൺഗ്രസ്സിൽ ചേരാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചേർന്നോണം. പക്ഷേ ഓർക്കണം, അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തനം ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ നടന്നു. ഗ്രൂപ്പ് പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു, ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു, ഒരു രാഷ്ട്രീയ ശാക്തീകരണമായിരുന്നു. അതിലൂടെയാണ് കോൺഗ്രസ് ശക്തിപ്പെട്ടത്. ഇന്ന് അങ്ങനെയുള്ള ഗ്രൂപ്പുകളും കോൺഗ്രസ്സിനില്ല. അതും ഒരു അപജയമായിട്ട് മാറുകയാണ്, അതും ഒരു ദൗർബല്യമായിട്ട് മാറുകയാണ് കോൺഗ്രസ്സിന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കോൺഗ്രസ്സിനെ ആര് രക്ഷിക്കും, എങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ കാണേണ്ടത് സ്മൃതി. ഇവിടെ ഒരു തേർഡ് ഫ്രണ്ട് കൂടിയുണ്ട് ഇപ്പോൾ എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. അത് ഇരുമുന്നണികളും ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണല്ലോ. ശ്രീ ജോർജ് പുടിപാറ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇന്നലെ നടത്തിയ പ്രസ്താവന, ഇന്ന് അത് മയപ്പെടുത്തി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്ന പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ VD സതീശൻ എന്ന നേതാവിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് ചാണ്ടി ഉമ്മൻ എത്തിയെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന രൂപത്തിലാണോ കാണേണ്ടത്? അതിന് അദ്ദേഹത്തിൻ്റെ വേദനയായിരിക്കാമെന്ന മട്ടിൽ പ്രതികരിച്ചുകൊണ്ട് ചില നേതാക്കൾ, മുതിർന്ന നേതാക്കളും വരുന്നുണ്ട്. അപ്പോൾ VD സതീശൻ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് അത് കൃത്യമായി നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഗുണം ചെയ്യുകയും ചെയ്തു. അത് 2-3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ലല്ലോ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തനം പോരാ എന്നുള്ള കാര്യം, അതാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജും ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ എന്താണ് ഈ ചാണ്ടി ഉമ്മൻ്റെ വരവ്, അതിനോടുള്ള നേതാക്കളുടെ പ്രതികരണം, അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം, അതിനെ എങ്ങനെ കാണും? സ്മൃതി, ചാണ്ടി ഉമ്മന്റെ പ്രതികരണം എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട് ആ പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രതികരണമാണ്. ഇന്നലെ ആ പ്രതികരണം നടത്തിയതിനു ശേഷം ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ആ പ്രതികരണം ഈ സമയത്ത് നടത്തേണ്ടിയിരുന്ന ഒരു പ്രതികരണമാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാലക്കാട് പഞ്ചായത്തിന്റെ ചാർജ് നൽകിയില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വേദനിപ്പിച്ചു, അദ്ദേഹത്തെ അവഗണിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു നട്ഷൽ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ? അദ്ദേഹം സ്വയം ഇപ്പൊ തുടക്കം മുതൽ തന്നെ ചാണ്ടി ഉമ്മന്റെ നിലപാട് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ അദ്ദേഹം അത്ര സംതൃപ്തനായിരുന്നോ, സന്തോഷവാനായിരുന്നോ എന്ന് സംശയം തോന്നിക്കത്തക്ക പലതുമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് പാലക്കാട് പ്രചരണം തുടങ്ങാം എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിനില്ല. അദ്ദേഹം പഴയ കാലം മുതൽ, ആദ്യം മുതലേ ഏക്കാരനാണ്. ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ തുണച്ച, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചു എന്ന് കരുതപ്പെടുന്ന ഷാഫി പറമ്പിലാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് അദ്ദേഹം അവിടെ വണങ്ങിയതിനു ശേഷം പാലക്കാട്ട് പ്രചരണത്തിന് പോകാമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അക്കാര്യം ചാണ്ടി ഉമ്മനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ചില അസൗകര്യങ്ങൾ പറഞ്ഞ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മറ്റെവിടെയോ പോയി, ഒഴിവാക്കാൻ വയ്യാത്ത കാരണങ്ങളാലാണ് എന്തോ CRS ഫണ്ടിന്റെ കാര്യത്തിൽ കർണാടകയിലോ മുംബൈയിലോ മറ്റൊരു ചർച്ചയ്ക്ക് പോകേണ്ടിയിരുന്നു, ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം,
അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് ബോധപൂർവം തന്നെ ഒഴിവായതാണോ അതോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒഴിവായതാണോ, ഏതായാലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി. അത് അല്ല, അദ്ദേഹം ചർച്ചയുമായി. മഹാരാഷ്ട്രയിൽ പോയി ഇന്ത്യ സഖ്യം എന്ന മട്ടിൽ CPM-നൊപ്പം ഒരുമിച്ചുള്ള ഫോട്ടോ ഇടുന്നു. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കുന്നു. അത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് അദ്ദേഹം പ്രശംസിച്ചത്? അപ്പയെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തൊട്ട് മുന്നേ നടത്തിയ വാർത്താ സമ്മേളനം ഏത് രൂപത്തിലായിരുന്നു? കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനം ഇവിടെ കേരളം മറന്നിട്ടില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ വളരെ പെട്ടെന്ന് മറന്നെന്ന് തോന്നുന്നു. അതെ, അതാണ് പ്രശ്നം. അതായത് ചാണ്ടി ഉമ്മൻ പലതും വളരെ പെട്ടെന്ന് മറക്കുകയാണ്. ഇപ്പോ സ്മൃതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ മാത്രമല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരുടെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാം കഴിഞ്ഞ് കേരള പോലീസ് അന്വേഷിച്ച് അതിലൊന്നും കണ്ടെത്താനാവാതെ ഒരു വലിയ ആരോപണത്തിന് നടുവിൽ ഒരു വയോവൃദ്ധനായ ഒരാളെ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയവും കേരള ജനതയും ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്ന ഒരു മനുഷ്യനെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് വീണ്ടും വിഷമവൃത്തത്തിലാക്കിയ ആ മനുഷ്യനെ അവസാനം CBI രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? അങ്ങനെയുള്ള ഒരാളെ ഈ പറഞ്ഞ ഒന്നാം ചരമവാർഷികത്തിൽ ക്ഷണിച്ചു വരുത്തിയത് ഒരുപക്ഷെ വലിയ മഹാമനസ്കത എന്നൊക്കെ പറയാമെങ്കിലും, ചാണ്ടി ഉമ്മനെ ന്യായീകരിക്കാമെങ്കിലും, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്രയും മഹാമനസ്കത, വിശാല ഹൃദയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് VD സതീശനല്ല എതിരാളി, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ്. അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവെന്ന നിലയ്ക്കാണ് VD സതീശനെ ശത്രുവായി പ്രഖ്യാപിക്കുക എന്നല്ല, ആ രീതിയിൽ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ചാണ്ടി ഉമ്മൻ പല കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്നു എന്ന് സ്മൃതി പറഞ്ഞത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം വളരെ വ്യക്തമാണ്. നമുക്കറിയാം, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ അത്ര വലിയ നേതാവൊന്നും ആയിരുന്നില്ല. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം എല്ലാ കാലത്തും അത്ര സജീവമായിട്ടൊന്നും പങ്കെടുത്തിട്ടില്ല. പുതുപ്പള്ളിയിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അത്ര വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോട്ടയത്തിരിക്കുന്ന സമയത്തൊക്കെ അവസാന ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി അവിടെ പ്രചരണത്തിന് വരുമ്പോൾ ചാണ്ടി ഉമ്മനെ സാധാരണ കാണാറുമില്ല. അദ്ദേഹം ഒരുമിച്ച് പ്രചരണം നടത്തുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചാണ്ടി ഉമ്മന് കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമാണ്. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരമാണത്. അതെ, ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരവാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അതൊരു എന്താ പറയാ, ഈ ആശ്രിത നിയമനം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് കിട്ടിയത്. അത് പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവിടെ ആ മത്സര രംഗത്ത് പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അവിടെ വികസനം ഉണ്ടായില്ല, പാലത്തിന്റെ പ്രശ്നം, ഇതൊക്കെ ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് അവിടെ വലിയൊരു പങ്ക് വഹിച്ചു. എല്ലാ ആരോപണങ്ങളെയും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് അതിശക്തമായി മറ്റെല്ലാം കൈമൈ മറന്ന് അവിടെ അതിശക്തമായി ഈ പറഞ്ഞ LDFന്റെ പ്രചരണത്തെ മറികടന്ന് ചാണ്ടിയുവിനൊപ്പം നിന്ന അവരെയാണ് ചാണ്ടി ഉമ്മൻ ഈ പറഞ്ഞ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോ അദ്ദേഹത്തിനെ അവഗണിച്ചു, അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയായിട്ട് കടപ്പാടം. ഒന്ന് ആലോചിച്ച് നോക്ക്, വയനാട്ടിൽ ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ABCD അറിയുന്നവർക്ക് എല്ലാം അറിയാം. കടപ്പാടുണ്ട്, അദ്ദേഹം അവിടെ പോകേണ്ടതാണ്, പോയി. 2-4 ദിവസം പോയതിലൊന്നും ഒരു തെറ്റ് പറയാനില്ല. പക്ഷെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങളിൽ, ചേലക്കരയിലും അതുപോലെ പാലക്കാടും, പ്രത്യേകിച്ച് ചേലക്കരയിൽ തോറ്റാൽ പോലും UDFന് പറഞ്ഞു നിൽക്കാം. 40,000 വോട്ടിന് ജയിച്ചൊരു മണ്ഡലമാണ്. അവിടെ തോറ്റാലും അതൊരു ശക്തി കേന്ദ്രമാണ്, മധ്യ കേരളത്തിലെ ചുവപ്പ് സിന്ദൂരാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷെ പാലക്കാട് തോറ്റാലോ? ഒരു കാരണവശാലും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. പല തലകളും ഉരുളുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പാലക്കാട് പോകാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ, ചുമതല കൊടുത്തില്ല. അദ്ദേഹം ക്യാമ്പയിനർ ആണല്ലോ, വയനാട്ടിൽ അദ്ദേഹം ചുമതല കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം അവിടുത്തെ വലിയ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു. ഇപ്പൊ ചാണ്ടി ഉമ്മൻ പാലക്കാട് ചെന്ന് പ്രചരണത്തിനിറങ്ങിയാൽ ആര് തടുക്കും? ആ യോഗത്തിൽ പങ്കെടുക്കരുത്, കുടുംബയോഗത്തിൽ പങ്കെടുക്കരുത്, വീട് കയറരുത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകരെ പുതുപ്പള്ളിയിൽ ചെന്ന് ചാണ്ടി ഉമ്മന് വേണ്ടി പ്രവർത്തിച്ചത് ആരെങ്കിലും ചുമതല കൊടുത്തിട്ടാ? അതൊരു കോൺഗ്രസ് വികാരത്തിന്റെ പേരിൽ, അവരുടെ ആ പാർട്ടി കൂറിന്റെ പേരിൽ അവിടെ ചാണ്ടി ഉമ്മൻ തോൽക്കാൻ പാടില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ മകൻ മത്സരിക്കുമ്പോൾ അവിടെ ചാണ്ടി ഉമ്മൻ തോറ്റാൽ തോൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, പാർട്ടിയാണെന്നുള്ള തിരിച്ചറിവില്ലല്ലേ? എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ അത് തോന്നുന്നില്ല? പാലക്കാട് തോൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല തോൽക്കുന്നത്, മറിച്ച് പാർട്ടിയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സാധ്യതകളാണ് ഇല്ലാതാകുന്നതെന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും പകതിരിവും എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇല്ലാതെ പോകുന്നത്?
അത് കേരളത്തിൽ കോൺഗ്രസിനെ അറിയാവുന്ന 10,000-കണക്കിന് പ്രവർത്തകർക്ക് ആ ബോധമുണ്ടല്ലോ പാലക്കാടിന്റെ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളാൻ. അപ്പൊ ചാണ്ടി ഉമ്മൻ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും വലിയ കഥയുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ആരോടൊക്കെയോ അദ്ദേഹത്തിന് ചില അമർഷങ്ങളുണ്ട്. അതിന്റെ ഒരു ബഹിർസ്ഫുരണം മാത്രമല്ല, അദ്ദേഹം ഇനി ആരെങ്കിലും മെഗഫോണായിട്ടാണോ ഇത് പറഞ്ഞത് എന്ന് കൂടി ചിന്തിക്കാൻ ന്യായമുണ്ട്. കാരണം VD സതീശനോടാണ് ഇപ്പൊ പലർക്കും. അതിന്റെ കാരണം എന്താ? ഒരു പക്ഷേ ഇപ്പൊ ഒരു സാധ്യത ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ സ്മൃതി? കേരളത്തിൽ അതൊരു റാൻഡം സാമ്പിളിംഗ് ആയിട്ട് എടുക്കാമല്ലോ. ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് 31 പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ 9 LDF-ന് നഷ്ടപ്പെടുന്നു. 2, 3, 4 സീറ്റുകൾ UDF-ന് നഷ്ടപ്പെടുന്നു. പല പഞ്ചായത്തുകളും UDF പിടിച്ചെടുക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF-ന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവിടെ തോൽപ്പിക്കുന്ന പ്രയാസമാണെന്നും അറിയാം. എന്നിട്ടും വലിയ നേട്ടം കൈവരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭരണവിരുദ്ധ വികാരം ഈ സർക്കാരിനോട് തൃപ്തിയില്ല എന്നതിന്റെ ഒരു സാക്ഷിയാണല്ലോ. ശരി, 31 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും മേൽക്കൈയുള്ളതാണ്. ശ്രീ M പ്രകാശിന് അതിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയും. ശ്രീ M പ്രകാശൻ, ഇപ്പോൾ കോൺഗ്രസിൽ നല്ല അടി പൊട്ടുന്നുണ്ട്. അത് CPM-ന് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അങ്ങനെ വരുമ്പോൾ CPM-നോട് മറിച്ച് പറയാൻ സമ്മേളനങ്ങളിലെ തർക്കത്തെക്കുറിച്ചും വലിയ വിഭാഗീയതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ച് മറുവാദമായി ഉന്നയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് LDF-ൽ നിന്ന് 9 സീറ്റുകൾ UDF പിടിച്ചെടുത്തു എന്നുള്ളത് വലിയ നേട്ടമായി കോൺഗ്രസ് കാണുകയാണ്. അതിൽ പ്രതികരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ഫലം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ഫലമുണ്ടായിട്ടുള്ളത്. UDF-ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 13 16 3 സീറ്റുകൾ വർദ്ധിച്ചു. ഞങ്ങൾക്കുണ്ടായിരുന്ന 14 സീറ്റുകൾ 11 കുറഞ്ഞു. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഭയങ്കരമായ 9 സീറ്റുകൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നതൊന്നും വസ്തുതയല്ല. മൊത്തമുള്ള സീറ്റുകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ച് മാത്രമേ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയൂ. എന്നാൽ എന്താണ് ഈ UDF-നകത്തും കോൺഗ്രസിനകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ ഒരു അടിത്തറ എന്നുള്ളതാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇവിടെ നിങ്ങളിപ്പോൾ CPM-ൻ്റെ സമ്മേളനങ്ങളിലെയും കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെയും താരതമ്യം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും താരതമ്യത്തിന് അർഹതയുള്ളതാണോ CPI-യും അതുപോലെ കോൺഗ്രസും തമ്മിൽ? CPIM എല്ലാ 3 വർഷത്തിലൊരിക്കലും അതിൻ്റെ ഏറ്റവും താഴെയുള്ള പാർട്ടി ബ്രാഞ്ചുകൾ തൊട്ട് അതിലെ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ നടത്തി അതിൻ്റെ മുഴുവൻ സ്ഥാനങ്ങളും തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മേലോട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPIM. കൃത്യമായിട്ട് 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. ഞാൻ പറയട്ടെ, കോൺഗ്രസ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു താരതമ്യം CPM-ഉമായിട്ടുണ്ടോ? ഈ കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് കാലം എത്രയായി? അതിനകത്ത് അംഗങ്ങളെ ചേർക്കുന്ന പ്രക്രിയ കൃത്യമായി നടത്തിയിട്ട് കാലം എത്രയായി? അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനഃസംഘടന ഭരണഘടനാപരമായിട്ടാണോ? കോൺഗ്രസിനെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നിലക്ക് സംഘടനാപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? എല്ലാ സ്ഥാനങ്ങളിലേക്കും മേലെ നിന്ന് ആളുകളെ കെട്ടിയിറക്കുന്ന ഒരു ജനാധിപത്യമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതപ്പതിച്ചില്ലേ? അതുകൊണ്ടല്ലേ കോൺഗ്രസിന് പടലവിളക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഈ KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് വരുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ ഏറ്റവും പ്രാമാണികരായ നേതാക്കന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മുരളീധരൻ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ഈ കോൺഗ്രസിൻ്റെ വികാരത്തിൽ കൂടിയാണോ? തിരുവഞ്ചൂർ നിൽക്കുന്നത് ഇതിൻ്റെ വികാരത്തിൽ കൂടിയാണോ? നേരത്തെയുള്ള KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല നിൽക്കുന്നത് ഈ വികാരങ്ങൾ കൂടിയാണോ? ഇവിടെ ചാണ്ടി ഉമ്മൻ കേവലമായിട്ട് പറയുക മാത്രമല്ല ഉണ്ടായത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പാർട്ടിക്കകത്താകെ തന്നെ ഗൗരവമാനങ്ങളുടെ അസ്വാസ്ഥ്യമുണ്ട്. അതുപോലെ അതിനെ പിന്തുണയ്ക്കുന്ന ആരാ? അതിനെ പിന്തുണയ്ക്കുന്നത് അച്ചടക്ക സമിതി അധ്യക്ഷനായിട്ട് തിരുവഞ്ചൂരാണ്. അദ്ദേഹം പറഞ്ഞു ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സംഘടനയിൽ ഐക്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ആര് പറയുന്നു? പറയുന്നത് തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂർ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ. ഏറെക്കാലം കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ. അദ്ദേഹം പറയുന്നു പുനഃസംഘടനയെക്കുറിച്ച് വെറും വാക്കേ നടക്കുന്നുള്ളൂ, ഗൗരവമായ നിലകൾ ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയെയും കരുണാകരനെയും അതിന് കൂടെ നിന്നവരെ തഴഞ്ഞു എന്ന് പറയുന്നു. ആരാ പറയുന്നത്? ചാണ്ടിയുടെ മകനാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ് പറയുന്നത്. അത് ഗൗരവമായ ഒരു കാര്യമാണ്, പരിശോധിക്കണമെന്ന് മുരളീധരൻ അടക്കമുള്ള ആൾക്ക് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? കോൺഗ്രസിൽ അസ്വസ്ഥതയുണ്ട്. അടിയന്തരമായിട്ട് യോഗം വിളിച്ച് എല്ലാവരെയും കേൾക്കാൻ നേതൃത്വം അല്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് കുഴപ്പമില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ്. ഇവിടെ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് ഞങ്ങളാരുമല്ല.
കോൺഗ്രസിൽ കടുത്ത അസ്വസ്ഥതയുണ്ട്, പറയുന്ന മുരളീധരനാണ്. അടിയന്തരമായിട്ട് യോഗം വിളിച്ച് എല്ലാവരെയും കേൾക്കണം, പറയുന്ന മുരളീധരനാണ്. കോൺഗ്രസിൽ മൊത്തം അതൃപ്തിയാണ്, പറയുന്ന മുരളീധരനാണ്. അപ്പോൾ കോൺഗ്രസിലെ പ്രാമാണികമായ നേതാക്കന്മാരെല്ലാം തന്നെ ഗൗരവമാഞ്ചലക്ക് ഇന്നത്തെ നിലയോട് അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ KPCC അധ്യക്ഷനെ സംബന്ധിച്ച് സ്വരത്തിലാണോ എല്ലാവരും സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് വയസ്സായിരിക്കുന്നതിനെ മാറ്റണം, ഈ ശക്തമായിട്ട് അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? എന്നാൽ പരസ്യമായ നിലക്ക് തന്നെ മാറ്റേണ്ടതില്ല എന്ന് ഒരു വിഭാഗം പറയുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, തിരുവഞ്ചൂർ അടക്കമുള്ള, മുരളീധരൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള, ശശി തരൂർ അടക്കമുള്ള ആളുകൾ സുധാകരനെ മാറ്റാൻ പാടില്ല, എന്നാൽ ആരെയും മാറ്റേണ്ടതില്ല പറയുന്നവരുടെ താല്പര്യം എന്താണെന്നാണ് സംശയിക്കുന്നത്. ശ്രീ എം പ്രകാശൻ, മുഖ്യമന്ത്രി സ്ഥാനമോഹികളാണോ? അല്ല, ഇന്ന് സുധാകരൻ തുടരട്ടെ എന്ന നിലപാടെടുക്കുന്നവർ അല്ല. ഇതിലെന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഒരു അപ്രമാദിത്വത്തോടെ പ്രതിപക്ഷ നേതാവ് വളർന്നു വരുന്നു എന്നുള്ള വികാരം കോൺഗ്രസ് നേതാക്കന്മാർ സാർവത്രികമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളും ചേർന്നാണ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നത്. ഇതാണ് ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായം. ഉപതെരഞ്ഞെടുപ്പുകൾ 2-3 ഇടത്ത് നടക്കുന്നതിൽ കേന്ദ്രീകരിക്കാനാകും, താങ്കൾക്കതിരെ വേണമെങ്കിൽ ഖണ്ഡിക്കാം. പക്ഷേ എന്നാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടി അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കൃത്യമായി നടപ്പാക്കി എന്ന് VD സതീശൻ തന്നെ പറയാം. അതാണല്ലോ, ആത്മവിശ്വാസത്തിൽ നിന്നാണല്ലോ ജയിച്ചാൽ പാർട്ടി തോറ്റാൽ ഞാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെ കാര്യം തന്നെ നോക്കൂ. 2010-ലും 2015-ലും LDF ജയിച്ച ജില്ലാ പഞ്ചായത്ത് സീറ്റാണ് മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട്ടേത്. കഴിഞ്ഞ തവണയും ഇക്കുറിയും UDF തന്നെ വിജയിച്ചു. വലിയ വോട്ടിനാണ് UDFന്റെ വിജയം. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കൾ അത് പഠിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പോലും LDFിൽ നിന്ന് 9 സീറ്റുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് UDF. അപ്പോൾ അതൊരു നേട്ടമായി തന്നെ കോൺഗ്രസ് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് VD സതീശനാണ്. VD സതീശൻ നന്ദി പറയുന്നു. അപ്പോൾ VD സതീശൻ അതിൽ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ പാർട്ടിക്കകത്തുണ്ട്. ഒരു മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ UDFിൻ്റെയും BJPയുടെ സീറ്റുകൾ CPM പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതും ഈ കേരളത്തിൽ കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പാണ്. പിന്നെ UDF ജയിച്ചു എന്ന് പറയുന്ന മണ്ഡലങ്ങളേതാ? UDF കാലാകാലം ജയിക്കുന്ന മണ്ഡലങ്ങളിലല്ലാതെ വേറെ എവിടെ ജയിച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ സീറ്റുകൾ ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. കാലാകാലമായിട്ട് UDFും കോൺഗ്രസും ലീഗും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ജയിച്ചാൽ അതിലിങ്ങനെ വലിയ മുന്നേറ്റമാവുക എന്ന് മാത്രമല്ല, മുന്നേറ്റമാകെ തന്നെ ഒരാളുണ്ടാക്കുന്നതാണോ? ഇവിടെ ഏതൊരു പാർട്ടിക്കകത്തായാലും ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന മുന്നേറ്റം ആരെങ്കിലും ഒരാൾ നേടുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിയാവുക? അതിനോടാണല്ലോ വിയോജിപ്പ് ഉണ്ടാവുക. 1000 ആളുകൾ ശ്രമിക്കുക, നേട്ടമുണ്ടായാൽ അതെല്ലാം ഒരാൾക്കാണ് എന്ന് പറയുക. അത് സ്വാഭാവികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ ആ അഭിപ്രായം പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കുറച്ചാളുകൾ ചേർന്ന് നയിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന പടലപ്പിണക്കങ്ങൾ ചെറുതല്ല. ഇപ്പം നേരത്തെ കോൺഗ്രസിലെ KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നതെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയാണോ? അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് പലതവണ പരസ്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടതല്ലേ? അപ്പോൾ കോൺഗ്രസിനകത്ത് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വലിയ നിലക്കുള്ള പടലപ്പിണക്കങ്ങൾ, അസ്വസ്ഥത അത് ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ള വസ്തുതയാണ്. നേതാക്കന്മാർ തന്നെ അക്കാര്യം പരസ്യമാതിലൊക്കെ പറയുകയാണ്. അവിടെയാണ് പുനഃസംഘടന എന്ന് പറയേണ്ടി വരുന്നത്. എന്നാൽ പുനഃസംഘടന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യമുണ്ടോ കോൺഗ്രസിന്? അതില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഒടുവിൽ നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുക. ഇന്ത്യ രാജ്യത്ത് എന്താ കോൺഗ്രസ് അനുകൂലമായിട്ട് നിലക്കാണോ കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്? കോൺഗ്രസിന് മുന്നേറാനാവുന്നില്ല എന്നുള്ള നില തുടരെ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് നിൽക്കണം. ഈ അഭിപ്രായക്കാരുടെ പാർട്ടിയില്ലേ? പക്ഷേ ആ അഭിപ്രായമല്ല KPCC അധ്യക്ഷനുള്ളത്, ആ അഭിപ്രായമല്ല KPCC അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനുള്ളത്. അവർക്ക് LDFിനെ എതിർക്കാൻ എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കണം. ഇതാണ് അവരുടെ നിലപാട്. അതല്ല ശരി എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോൾ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, സംഘടനാപരമായിട്ട് കേന്ദ്രീകരണത്തിന് വിഷയമുണ്ട്, ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വിഷയമുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ശരി. നല്ല സംഘടനാ സംവിധാനമുള്ള CPMന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇപ്പോൾ കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടവരും കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തവരും തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിലാണ്
ചില പാർട്ടി അണികളെങ്കിലും ഇപ്പോഴത്തെ ഏറ്റുമുട്ടലുകളെ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ എ ഗ്രൂപ്പുകാരനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്, ഐ ഗ്രൂപ്പിൽ നിന്നും അബിനും. പക്ഷേ ഈ മത്സരത്തിന്റെ ലാഞ്ചനകളൊന്നുമില്ലാതെ തന്നെ അബിൻ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താൻ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ചാണ്ടി ഉമ്മന് സാധിക്കാത്തത്? ഇപ്പോൾ നടക്കുന്ന പ്രതികരണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? ചാണ്ടി ഉമ്മൻ അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം MLA ആയതിനു ശേഷം പോലും ആ എ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരുന്നില്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന കുറേ നേതാക്കൾ, KC ജോസഫിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന നാട്ടുകം സുരേഷ് അല്ലെങ്കിൽ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ വിശ്വസ്തരായിരുന്ന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായന്, ഇന്നലെ ഒക്കെ ഉണ്ടായന്. പക്ഷെ അവരൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. കാരണം ചാണ്ടി ഉമ്മൻ ഈ അടുത്ത കാലം വരെ KC വേണുഗോപാലിൻ്റെയൊക്കെ ആളായിട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഗ്രൂപ്പിന് അതീതനാണ് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം നിന്നിരുന്നത്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു പൊടുന്നനെ അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പുകാരനായാൽ എ ഗ്രൂപ്പ് ഒന്ന് നന്നായി കാണണം അല്ലെങ്കിൽ എ ഗ്രൂപ്പുകാരനാകണം എന്ന് തോന്നുന്നത്. എന്താണ് അതിൻ്റെ ചേതോവികാരം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പഴയ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ, JS അഖിൽ, നുസൂർ, ഈ ദുൽക്കിഫിൽ, ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇന്നലെ ചാനലിൽ വന്നപ്പോഴാണ് ഞാനിതൊരു കോർഡിനേറ്റഡ് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായത്. ചാണ്ടിയോട് ഞാൻ നേരിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് സീനിയറായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഈ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അവിടെ പാർട്ടി ലേബലിൽ അല്ലാതെ തന്നെ ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെയിൻറ്റ് സ്റ്റീഫൻസ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ച് ചെയർമാനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു പൊട്ടനല്ല. പക്ഷേ ഇപ്പോൾ ഈ ഇന്നലെ തൊട്ട് അദ്ദേഹത്തെ എല്ലാവരും കിങ്ങിണിക്കുട്ടൻ എന്നും ഈ ജയശങ്കറും ഷാജൻ സ്കറിയെ പോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അപഹസിച്ച് പല കാര്യങ്ങളും പറയുന്നത്. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയമായി ഇപ്പോൾ ബുദ്ധിയാണോ പ്രയോഗിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഇന്നലത്തെ പ്രതികരണം മാത്രമായി ചുരുക്കണ്ടെന്നേ, അതിനു മുമ്പ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങളുണ്ടല്ലോ. അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. സ്മൃതി അതാണല്ലോ പറഞ്ഞു വരുന്നത്. അതായത് അദ്ദേഹം ആദ്യം എ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നില്ല. KC ജോസഫും ഒക്കെ അദ്ദേഹം ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന കാലത്ത് അവരൊന്നും കൂടെ നിന്നില്ല. തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുമായിട്ട് തെറ്റിയ ആളാണ്. അത് പ്രകാശൻ മാസ്റ്റർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ പൊടിപ്പാറ സാറിനും ശ്രീ ജേക്കബ് ജോർജിനും ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ സതീശനുമായിട്ട് നല്ല ടേംസിലാണ്. വിഷ്ണുനാഥ് അടക്കം ഞാൻ ഒരു കാലത്തൊക്കെ വിചാരിച്ചത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടിയുടെ ചേഷ്ടകളും അദ്ദേഹത്തിൻ്റെ രീതിയിലൊക്കെ സംസാരിക്കുന്ന, അദ്ദേഹം സ്വയം അറിയാതെ പോലും അനുകരിക്കുന്ന വിഷ്ണുനാഥ് ആയിരിക്കും ആ ഗ്രൂപ്പിനെ നയിക്കുക എന്നൊക്കെയാണ് ഞാൻ പണ്ട് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വിഷ്ണുനാഥിനെയൊക്കെ കവച്ച് വെച്ച് താരതമ്യേന ജൂനിയറായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ ലെഗസിയുമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ചാണ്ടി കാണുന്നത്. അപ്പോൾ ചാണ്ടിക്ക് അതിൽ കുറച്ച് പരിഭവം കാണും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടിയുടെ ജൂനിയറാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ചാനലുകളിലൊക്കെ പ്രസംഗിക്കുകയും ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളിൽ മറ്റ് പാനലിസ്റ്റുകളൊക്കെ നിലംപരിശാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടായത് പലർക്കും. അത് എനിക്കറിയില്ല ചാണ്ടിക്ക് അതിൽ പ്രശ്നമുണ്ടോ എന്ന്. പക്ഷേ അതിനൊക്കെ ശേഷം ഇപ്പോൾ പാലക്കാട് പോയി അദ്ദേഹം മത്സരിക്കുന്നു, രാഹുൽ പോയി മത്സരിക്കുന്നു. അപ്പോൾ രാഹുൽ പോയി മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും കരുതിയത് രാഹുൽ തോക്കുമായിരിക്കും എന്നായിരിക്കും. ചാണ്ടി അങ്ങനെ കരുതിയൊന്നും എനിക്കറിയില്ല, പക്ഷേ പലരും അങ്ങനെ കരുതി. അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ രാഹുൽ ജയിച്ചത് 18,000 വോട്ടുകൾക്കാണ്. ആ മാറിയ പരിതസ്ഥിതിയിൽ ഇപ്പോൾ സതീശനും ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഇവരുടെ ആ അച്ചുതണ്ട്
അലോഷ്യസ് സേവ്യർ വരെ പോകുന്ന ആ നേതൃത്വം, ടോട്ടലായിട്ട് താഴേക്ക് പോകുന്ന ആ നേതൃത്വം, ആ അച്ചുതണ്ട് വളരെ സ്ട്രോങ് ആയി മാറുകയും ചാണ്ടിക്കൊരു വിമ്മിഷ്ടം, അതായത് ഇപ്പോൾ തൻ്റെ കൂടെ തന്നേക്കാൾ ഇവരൊക്കെ വലുതായിപ്പോയി, താനാണ് ഉമ്മൻചാണ്ടിയുടെ ലെഗറ്റി, അല്ലെങ്കിൽ താനാണ് അതിൻ്റെ അനന്തരാവകാശി എന്ന് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഈ അഖിലും നുസൂറും ഒക്കെ അദ്ദേഹത്തെ ചിലപ്പോൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ അകത്തെ കാര്യം. പെട്ടെന്ന് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ അദ്ദേഹം ഇപ്പോൾ കൂടെ പോകുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ്, അദ്ദേഹമാണെങ്കിൽ വളരെ ശുദ്ധഗതിക്കാരനാണ്, അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ്. പക്ഷേ അനിൽ ആൻ്റണിയെ പോലെ ഒരു പൊട്ടനാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം. അപ്പോൾ ചാണ്ടിക്ക് ഇപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പുതുപ്പള്ളി MLA ആണെന്നുള്ളതാണ് ചാണ്ടി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പുതുപ്പള്ളിയിൽ അടുത്ത തവണ ജയിക്കുക, കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ലേബലിൽ ഉമ്മൻചാണ്ടി ആണ് ശരിക്കും അവിടെ ജയിച്ചത്, അല്ലാതെ ചാണ്ടിയല്ല ജയിച്ചത്. അത് മനസ്സിലാക്കി പുതുപ്പള്ളി ജയിക്കുക എന്നുള്ള പോയിന്റിൽ നിൽക്കാതെ അദ്ദേഹം സതീശനുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു പലരുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് പക്വതക്കുറവാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിജ്ഞാനത്തിലുള്ള കുറവാണ്, അദ്ദേഹത്തിൻ്റെ മണ്ടന്മാരെ ഉപദേശം കൊടുക്കുന്നതായിരിക്കാം. എന്തായാലും അദ്ദേഹം ഈ കാണിച്ചത് വളരെ അപക്വമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ VD സതീശൻ ഒരു നേതാവാകുന്നു, VD സതീശന് ചുറ്റും നേതാക്കൾ അണിനിരക്കുന്നുണ്ട്, അവർ വിജയിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അച്ചുതണ്ട് തന്നെയാണല്ലോ വേറൊരു രൂപത്തിൽ സരിൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ രൂപത്തിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? സ്മൃതി, ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത്രയും പേർ പങ്കെടുത്ത കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഒരു ഏകദേശം അതിൻ്റെ ഉപരിതലം വ്യക്തമായി. പക്ഷേ എനിക്ക് വ്യക്തമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടാനുണ്ട്. ബഹുമാനപ്പെട്ട ആനന്ദ് കൊച്ചുകൂടിയും ജോർജ് പടിപ്പാറയും പറഞ്ഞത് നിശ്ചിതമായി ചാണ്ടി ഉമ്മനെ വിമർശിച്ചുകൊണ്ടാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കോൺഗ്രസ്സിൽ ഒരു വിമത ശബ്ദം ഉയർത്തി എന്ന് കരുതി ഒരു കോൺഗ്രസ് നേതാവിനും അപഭ്രംശം സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച ആൻ്റണി, AK ആൻ്റണി, ഗോഹട്ടി സമ്മേളനത്തിൽ വെച്ച് ആഞ്ഞ പ്രസ്താവന നടത്തിയ ആൻ്റണിയെ കോൺഗ്രസ് നേതാക്കൾ വാഴ്ത്തുകയായിരുന്നു. സ്മൃതി, ഓർക്കണം. പക്ഷേ അതിന് സമ്മാനമല്ല ഇത്, ഒരിക്കലും ഞാനത് സമ്മാനമായിട്ട് പറയുകയല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനിങ്ങനെ പറയുന്നത് എന്ന് ഓർക്കണം. ഞാനൊന്ന് പറയട്ടെ, ചാണ്ടി ഉമ്മനെ അങ്ങനെ വളർത്താൻ വിടണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സിൽ ഇല്ലേ? ഉണ്ട്. പണ്ട് മുരളീധരൻ, കരുണാകരൻ്റെ മകൻ മുരളീധരൻ ഇതുപോലെ MP ആയി, സേവാദൾ പ്രസിഡൻ്റായിട്ട് MP ആയിട്ട് വന്നപ്പോഴും ഇതേപോലെയുള്ള സമാനമായ ഒരു നീക്കം നടന്നതാണെന്ന് ഓർക്കണം. കരുണാകരൻ്റെ മകൻ മുരളീധരനെതിരെ അന്നും പ്രയോഗമുണ്ടായിരുന്നു. എന്താണെന്നറിയാമല്ലോ? കിങ്ങിണിക്കുട്ടൻ പ്രയോഗം. എൻ്റെ ഓമനക്കുട്ടനെ എണ്ണ തേപ്പിക്കുവാൻ. ആ കവിത പാട്ട് ഓർക്കുന്നുണ്ടല്ലോ. PT തോമസ് KPCC യോഗത്തിൽ കരുണാകരൻ്റെ മുഖത്ത് നോക്കി ചൊല്ലിയതാണ്. അത് ഓർക്കണം. അങ്ങനെയുള്ള നാളുകളിൽ കോൺഗ്രസ് നേതൃത്വം സീറ്റ് കൊടുക്കുകയും ചെയ്തു. അതെ, സ്മൃതി, യു സെഡ് ഇറ്റ്. അത് തന്നെ. അല്ല, അത് PT തോമസ് കൊടുത്തല്ലേ കേട്ടോ. തെറ്റ് ഞാൻ കാണുന്നില്ല. തിരുത്തൽവാദിയായ G സുധാകരന്റെ മകനും സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ സംഭവിച്ചു. കോൺഗ്രസ് അത് സംഭവിക്കുന്നുണ്ട്. അതെ, അങ്ങനെ സംഭവിച്ചു. അല്ല, ഞാൻ പറയാം, ഇത് സമാനമായ വേറൊന്നും കൂടെ നടന്നു. നമ്മുടെ ആര്യടൻ മുഹമ്മദ്, ആന്റണി ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഞാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടനെതിരെ ഇതുപോലെ നീക്കം നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ തോപ്പിച്ചതാരാ? സ്മൃതി, കോൺഗ്രസ്സുകാരാണ് തോപ്പിച്ചത്. ആര്യാടൻ്റെ മകൻ. ആര്യാടനെ പോലെ കരുത്തനായ ഒരു നേതാവ് ഇനിയും കോൺഗ്രസ്സിൽ വേണ്ട. ഇനി ഞങ്ങളൊക്കെ ഒന്ന് വളരട്ടെ എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കൾ മലപ്പുറം ജില്ലയിലും വണ്ടൂരിലും
നിലമ്പൂരിലും ഒക്കെ ഉണ്ട് സ്മൃതി. അതായത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നൊരു കാര്യം കൂടിയുണ്ട്. അവിടെയാണ് പാർട്ടി താഴെത്തട്ടിൽ വളരേണ്ടതിന്റെ കാര്യവും പുനഃസംഘടനയുടെ വിഷയമൊക്കെ വരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, പുനഃസംഘടനയില്ലെങ്കിൽ താഴെത്തട്ടിലില്ല, താഴെത്തട്ടിൽ പാർട്ടിയില്ല. നേതൃത്വം അത് തന്നെ. കോൺഗ്രസിൽ ജൈവപരമായൊരു വളർച്ച ഉണ്ടാവണം, സംഘടനാ വളർച്ച ഉണ്ടാകണം. അത് ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുമ്പോൾ ഞാൻ വി ഡി സതീശനെ ഒരിക്കലും ചെറുതാക്കുന്നില്ല. വി ഡി സതീശൻ സമർത്ഥനായ നേതാവാണ്, കാര്യപ്രാപ്തിയുള്ള നേതാവാണ്, തന്ത്രജ്ഞാനമുള്ള നേതാവാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ, ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസ് എന്ന സംഘടന ശക്തിപ്പെടണം. അത് ഈ നേതൃത്വത്തിന്റെ കീഴിൽ പറ്റും എന്നെനിക്ക് ചിന്തയില്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കുറച്ചുകൂടി ആരോഗ്യമുള്ള നേതാവ് വേണം എന്നാഗ്രഹിക്കുന്നത് കെ സുധാകരനെതിരായ നീക്കമല്ല. ഓടി നടന്ന് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന അല്പം ഊർജ്ജമുള്ള ഒരു നേതാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഈ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്ത ആളുകൾ പറയുന്നു. ആരോഗ്യമല്ല സ്മൃതി, ആരോഗ്യമല്ല. കുറച്ചും കൂടെ ബുദ്ധിയും ശക്തിയും തന്ത്രശാലിയായ ഒരു നേതാവാണ് പ്രതികരണങ്ങളിൽ പാളിച്ച വരുത്താത്ത ഒരു നേതാവ് കൂടി വേണം. എന്തു പറയുമെന്ന് ഭയക്കേണ്ടതില്ലാത്ത, എന്ത് പറയും എന്ന് ബാക്കിയുള്ളവർ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്മൃതി, ഒറ്റ വാചകം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ആർക്കാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ പേടി? ഒരൊറ്റ ചോദ്യമാണ്. ആ പേടിയിൽ നിന്നാണ് ഷൗക്കത്ത് ആര്യാടനെ പേടിക്കുന്നവർ, കെ മുരളീധരനെ പേടിച്ചിരുന്നവർ ചാണ്ടി ഉമ്മനെതിരെ അങ്ങനെ ഒരു പടനീക്കമുണ്ടോ? ചാണ്ടി ഉമ്മനെതിരെ അങ്ങനെ ഒരു പടനീക്കമുണ്ടോ? ചാണ്ടി ഉമ്മൻ സ്വയമായിട്ടുണ്ടാക്കുന്ന ഒരു പ്രതികരണങ്ങളും വിവാദങ്ങളും അല്ലാതെ അങ്ങോട്ട് ചാണ്ടി ഉമ്മനെതിരെ നീക്കമുണ്ടോ? ചാണ്ടി ഉമ്മൻ അങ്ങനെ വളരണ്ട. ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഇനി കോൺഗ്രസിൽ വേണ്ട. ഉമ്മൻചാണ്ടിക്കെതിരെ പണ്ട് കെ കരുണാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നില്ല, ഞാനത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഭയങ്കരമാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ എഴുതിയതാണ് സ്മൃതി. ശരി, ഒറ്റ കാര്യമുള്ളൂ. 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ അവിടെ ജയിച്ചു. അവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന വികാരമുണ്ടായിരുന്നു, സഹതാപ തരംഗമുണ്ടായിരുന്നു. വിജയിച്ച MLA ആയ ശേഷം അദ്ദേഹം ഇങ്ങനെ വല്ലാതെ വളർന്നുകൊണ്ട് അല്ലെങ്കിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ? ഒന്നും കണ്ടില്ല ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളല്ലാതെ. എന്തൊക്കെയായാലും ചാണ്ടിയമ്മനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട്, ചാണ്ടിയമ്മൻ്റെ കൂടെയുള്ളവർക്കെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അത് ശരിക്കും ഉൾക്കൊള്ളേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എല്ലാവരെയും നേതാക്കളെയും, ഒരു നേതാവും അല്ലല്ലോ കോൺഗ്രസിന് വേണ്ടത്. അവിടെയാണ് സരിൻ പറയുന്ന അച്ചുതണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. സരിൻ പറഞ്ഞ ഒരു സംഘം നേതാക്കൾ മാത്രം, VD സതീശനൊപ്പം നിൽക്കുന്ന കുറച്ച് യുവ നേതാക്കളും എന്ന രൂപത്തിലേക്ക് പാർട്ടി മാറുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നു. ശ്രീ ജോർജ് പുടിപ്പാറ, ഇപ്പോൾ ഈ വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന AICC നിർദ്ദേശപ്രകാരം നടന്ന അവിടുത്തെ ഒരു യോഗത്തിൽ, പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, ആരുടെ നേതൃത്വത്തിൽ വേണമെന്നൊരു ചർച്ച നടന്നു. അപ്പോൾ അത് VD സതീശനെ നിർദ്ദേശിക്കുന്നു. ആ സമയത്ത് ചില KPCC സെക്രട്ടറിമാർ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്തിനാണ് എന്ന ചോദ്യമുയരുന്നു. അതിനുശേഷം AICC തന്നെ നിർദ്ദേശിച്ചിട്ടാണ് ആ തെരഞ്ഞെടുപ്പുകളുടെ ചുമതല VD സതീശനെ ഏൽപ്പിക്കുന്നത്. അത് ഭംഗിയായി നിറവേറ്റുകയും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാകുകയും ചെയ്തു. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നൊരു പേരുണ്ടാക്കാൻ VD സതീശന് കഴിഞ്ഞിരിക്കുന്നു. അതിലുള്ള ഒരു കൊതിക്കെറിവാണോ ഇപ്പോൾ ചില നേതാക്കളുടെ പ്രതികരണങ്ങളായി വരുന്നത്? കാരണം അത് 2026 ഒരു ചൂണ്ടുപലകയാകുമോ എന്നുള്ള ആശങ്ക. സ്മൃതി വളരെ കൃത്യമായിട്ട് മർമ്മത്തിലാണ് തൊട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതാണ് ഏറ്റവും പർട്ടിനന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ VD സതീശൻ എന്ന് പറയുന്ന ആളെ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം സ്വയംഭൂവായിട്ട് ഈ സ്ഥാനത്തേക്ക് വന്നതല്ല. ഇപ്പൊ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തെക്കുറിച്ച്, കെ കരുണാകരന്റെ കാലഘട്ടത്തെക്കുറിച്ച്, രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തെക്കുറിച്ച്, അങ്ങനെയുള്ള പഴംപുള്ളിയുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഗ്രഹാതുരതയോടെ ഓർക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇനി തിരിച്ചു വരാത്തവരാണ്. കേരളത്തിൽ ഇനി നിലവിലുള്ള
നേതാക്കളിൽ നിന്ന്, നിലവിലുള്ള കോൺഗ്രസ് താഴ്ത്തും അല്ലെങ്കിൽ പല തട്ടിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടെത്താനേ കഴിയുള്ളൂ. ഇങ്ങനെ തിരിച്ചു വരാത്തവണ്ണം മറഞ്ഞുപോയ മനുഷ്യരെ ഓർത്തിട്ട് കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരൊരു പ്രചോദനമാണ്, അവരൊരു എന്താ പറയാ മാർഗദർശനമാണ്. പക്ഷെ അതിനപ്പുറത്ത് അവരുടെ സാന്നിധ്യം ഇനി ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വലിയ നേതാക്കള് KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണല്ലോ LDF രണ്ടാം തവണയും അധികാരത്തിൽ വന്നത്. സാധാരണ കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ഒരു തവണ LDF വന്നാൽ അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്നതാണ് ഇവിടുത്തെ പതിവ്. പക്ഷെ സാക്ഷാൽ രമേശ് ചെന്നിത്തല അങ്ങ് പറയുന്ന വലിയ നേതാവ്, എല്ലാവരും പാൻ കേരള പ്രതിച്ഛായുള്ള രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തില് അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തില് ഒക്കെയാണ് അന്ന് EM സുധീരനും ഒക്കെ KPCC പ്രസിഡന്റുമാരായിരുന്നു. ഇവരൊക്കെ ഈ പദവികൾ വഹിച്ച കാലത്താണ് UDF രണ്ടാം തവണയും ഭരണത്തിൽ നിന്ന് പുറത്തുപോയത്. അന്ന് ഈ VD സതീശൻ എന്താ കിട്ടിയിരിക്കുന്നത് നമ്മൾ അതും കൂടി ആലോചിക്കണമല്ലോ. അദ്ദേഹം ഒരു MLA ആയതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും പദവികൾ മുമ്പ് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ഒരു മന്ത്രിയായിട്ടുണ്ടോ? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഇപ്പൊ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന K മുരളീധരൻ, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു, മന്ത്രിയായിരുന്നു, അങ്ങനെ എത്രയോ പദവികൾ അദ്ദേഹത്തെ തേടിയെത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി വരെ എത്തി, അദ്ദേഹം എത്രയോ പദവികൾ വഹിച്ചു. ഇനി സാക്ഷാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അല്ലാത്ത എല്ലാ പദവികളും കോൺഗ്രസിൽ വഹിച്ചവരാണ്. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ള ഒരാളാണോ VD സതീശൻ? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുന്നു, കേരളത്തിലെ പാർട്ടിക്ക് ഒരു പുതിയ ശൈലി വേണം, കുറെ കൊണ്ട് ഡൈനാമിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ പാർട്ടിക്ക് ഡൈനാമിസം വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചാക്കിയതാണ്. പക്ഷെ അദ്ദേഹം റിസൾട്ട് ഉണ്ടാക്കിയില്ലേ? അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന ജോലി അദ്ദേഹം വൃത്തിയായി ചെയ്യുന്നു. നിയമസഭയിൽ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നു. അവര് ട്രഷറി ബെഞ്ചുകളെ പലപ്പോഴും നിരായുധരാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കര മാത്രമല്ലല്ലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാലക്കാട് വരെ അദ്ദേഹത്തിന്റെ വിജയം. ബാക്കിയുള്ളത് നമുക്ക് പറയാം അത് ഉറച്ച മണ്ഡലങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെയൊന്നും വെറുതെ തളികയിൽ വെച്ച് കിട്ടിയ വിജയമല്ല. കൃത്യമായ തെരഞ്ഞെടുപ്പ് ആസൂത്രണമുണ്ട്, കോർഡിനേഷനുണ്ട്, ആരെ എവിടെയൊക്കെ വിന്യസിക്കണമെന്ന് അദ്ദേഹത്തിനറിയാം, എന്താണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിനറിയാം. അപ്പൊ ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് ഒറ്റ പോയിന്റ് കൂടി സ്മൃതി, ഒരൊറ്റ പോയിന്റ് കൂടി, ഈ സമീപകാലത്ത് നമ്മുടെ പല നേതാക്കൾക്കും ഇല്ലാത്തൊരു കുഴപ്പം എന്താ? കാര്യങ്ങൾ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, പുതിയ അറിവുകൾ തേടുന്നില്ല. VD സതീശൻ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ചില ഏറ്റവും ഒടുവിൽ ഈ മുനമ്പം വിഷയം കത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതയിൽ നടത്തിയ പ്രസംഗങ്ങൾ. അദ്ദേഹത്തെയാണ് മുഖ്യാതിഥിയായി ക്ഷണിച്ചത്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നാണ്? കൂവക്കാടിന്റെ സ്വീകരണ യോഗത്തിലെ മുഖ്യ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അങ്ങനെ എത്രയോ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നു, പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫോർട്ടൂസിന്റെ പോലെയുള്ള യോഗങ്ങളിൽ അദ്ദേഹം. അങ്ങനെ ഒരാളെ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ടോ? നിൽക്കുന്നവരുടെ വൃത്തം വലുതാക്കിയില്ലെങ്കിൽ എതിർചേരിയും ശക്തിപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത്തരം പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള സംഘർഷമാണ്. ശ്രീ M പ്രകാശൻ, 2021 ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു UDF-ന്. പക്ഷേ അതുണ്ടായില്ല. ഭരണ തുടർച്ച ഇതാദ്യമായി കേരളത്തിലുണ്ടായി. ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പല നേതാക്കളും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അത് അങ്ങ് തുടരട്ടെ, വലുതാവട്ടെ എന്നുള്ള പ്രത്യാശയിലാണോ? ചുരുക്കി ഞങ്ങളുടെ പ്രത്യാശയേക്കാളേറെ എന്താണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇതുപോലെ ജീർണതയിൽ കോൺഗ്രസ് എത്തിച്ചേർന്ന മറ്റൊരു കാലഘട്ടമുണ്ടോ? നിങ്ങൾ കണ്ണൂരിൽ ഒരു MPക്കെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസിൻ്റെ DCC ബ്ലോക്ക് നേതാക്കന്മാർ പ്രകടനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയാണ്. പരസ്യമായി നടു റോട്ടിൽ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, കോലം കത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു നില കോൺഗ്രസിനകത്ത് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ജില്ലയിൽ. ഇവിടെ കോൺഗ്രസിനകത്തുള്ള തർക്കം ഈ പറഞ്ഞു തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന സകല നേട്ടങ്ങളും ഈ പറയുന്ന ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു യുവചൈതന്യം കൊണ്ടാണ് ഇത് സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നു. മറ്റ് നേതാക്കന്മാർ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നു. ഇപ്പോൾ മുരളീധരനും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും ഒന്നും കോൺഗ്രസ് നേതാക്കന്മാരെ അല്ല എന്നുള്ള നിലക്ക് സ്ഥാപിക്കുന്നതിനുള്ള നീക്കം ഒരു പാർട്ടിക്കകത്ത് അത് ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതായിരിക്കില്ല. ഉണ്ടാകുന്ന നേട്ടങ്ങളാകെ ഒരാളുടെ നേട്ടം കൊണ്ടുണ്ടാകുന്ന റിസൾട്ടാണ് എന്ന് പറയാൻ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ശ്രമമുണ്ടായാൽ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിൻ്റെ നില അതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാരാ? KPCC നേതാവ് അധ്യക്ഷനല്ലേ? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണോ? അദ്ദേഹം ഭരണരംഗത്തുള്ള ഒരാൾ മാത്രമല്ലേ? അദ്ദേഹമാണ് കോൺഗ്രസിനെ ആകെ നേതാവെന്ന് സ്ഥാപിക്കാൻ
ഒരു പറ്റം ആളുകൾ ശ്രമിച്ചാൽ അതെങ്ങനെയാണ് കോൺഗ്രസിനെ തൈക്കുണ്ടാക്കുക? പിന്നെ KPCC പ്രസിഡന്റ് എന്നെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ മറുകണ്ഠം ചാടും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ലോ. ശ്രീ എം പ്രകാശിന് ഒരു മറു ചോദ്യമുണ്ട്. പാർട്ടി സെക്രട്ടറിയാണോ മുഖ്യമന്ത്രിയാണോ പാർട്ടിയിൽ ശക്തൻ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നുള്ള ചോദ്യത്തിന് രണ്ടു തരമില്ല. അത് ഞങ്ങളുടെ PB അംഗമായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതിലെന്താ തർക്കമുള്ളത്? അദ്ദേഹം ദീർഘകാലമായിട്ട് PBയെ നയിക്കുന്ന നേതാവാണ്. അദ്ദേഹമാണ് കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ നേതാവ്. സംസ്ഥാനത്തിലെ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദ മാഷാണ്. ഞങ്ങൾക്കായാലും യാതൊരു തർക്കമില്ല. നിങ്ങൾക്ക് അക്കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇവർ തമ്മിൽ എന്തെല്ലോ തർക്കമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി നിലപാടോടെ പരിഗണിക്കുന്ന പാർട്ടിയാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ ആയിരുന്നു ശക്തൻ. നിലപാടുണ്ട് താനും. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവസാന വാക്ക് പാർട്ടി സെക്രട്ടറിയുടേതായിരുന്നു. അപ്പൊ അങ്ങനെയല്ലല്ലോ. ഒരിക്കലും അത് നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും കേരളത്തിൽ അതാ പറഞ്ഞത്. ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി അല്ല, ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അതിലെന്താ സംശയം? അദ്ദേഹം ദീർഘകാലമായിട്ട് PBയെ നയിക്കുന്ന നേതാവാണ്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ്. ഇതിൻ്റെ വേറെ തർക്കമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് ആലോചിച്ചാൽ തീരുമാനിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വന്തമാക്കി മാറ്റി ഞാനാണ് എല്ലാറ്റിനെയും ആണെന്ന് സ്ഥാപിക്കാനുള്ള പാർട്ടി ഉണ്ടാക്കിയ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ VS പാർട്ടിയുടെ നേതാവേ അല്ല നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ നിലയേ അല്ല കോൺഗ്രസിനകത്ത് വ്യക്തികളാണ് കാര്യങ്ങൾ നയിക്കുന്നത് എന്ന് വരുത്താൻ ശ്രമം നടക്കുകയാണ്. ഉണ്ടായ നേട്ടങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിന് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമം നടക്കുമ്പോൾ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണല്ലോ തിരുവഞ്ചൂരിക്കാരും പറയുന്നത്, അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തലക്കാർ പറയേണ്ടി വരുന്നത്, അതുകൊണ്ടാണല്ലോ മുരളീധരനിക്കാർ ഭാഗമായി നിന്നിരിക്കുക. അല്ല, തീർച്ചയായിട്ടും ആ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്തുവെന്ന് ആ പാർട്ടിക്കാരെ പറയേണ്ടത്. പക്ഷേ ആ പാർട്ടിയുടെ അന്തരീക്ഷം ഒട്ടും ജനാധിപത്യപരമല്ല. അവിടെ ജനാധിപത്യപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്തല്ല തീരുമാനിക്കുന്നത്. കാണേണ്ടത് ഇപ്പോൾ സുധാകരൻ മാറുമോ? മാറണമെങ്കിൽ സുധാകരൻ തന്നെ തീരുമാനിക്കട്ടെ. അല്ലാതെ അദ്ദേഹത്തിന് ഒരു മോശം മടക്കം അത് പാർട്ടിയും ആഗ്രഹിക്കുന്നത്, അദ്ദേഹം തന്നെ അത് പറയട്ടെ എന്നാണ് പാർട്ടി കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ നേതൃത്വവും ആ നിലയ്ക്കാണ് കാത്തു നിൽക്കുന്നത്, ഹൈക്കമാൻഡും. പക്ഷേ അദ്ദേഹം മാറുകയാണെങ്കിൽ ഞാനാണ് എന്ന മട്ടിൽ പല നേതാക്കളും പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ സാധ്യത ഏത് പേരിനാണെന്നാണ് താങ്കൾ കരുതുന്നത്? അവിടെ സാമുദായിക സമവാക്യങ്ങളും പ്രധാനമാണ്. അല്ല, ഇവിടെ ഒരു ക്രിസ്ത്യൻ നേതാവിൻ്റെ പേര് പല ആൾക്കാരും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല നേതാക്കൾ ഇപ്പോൾ താഴെത്തട്ടിൽ അല്ലെങ്കിൽ വളരെ യുവാവായിട്ടുള്ള റോജി മുതൽ സണ്ണി ജോസഫ് മുതൽ പണ്ട് മരിക്കുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടി തന്നെ സജസ്റ്റ് ചെയ്ത KC ജോസഫിൻ്റെ പേര് മുതൽ പല പേരുകളും ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. ആൻ്റണിയുടെ പേര് വരെ പറയുന്നുണ്ട്. പിന്നെ അടൂർ പ്രകാശിൻ്റെ പേര് പറയുന്നുണ്ട്. കൊടിക്കുന്നിൽ എപ്പോഴും തയ്യാറാണ്, ബാർക്കിസ് ഈസ് വില്ലിംഗ് എന്ന് പറയുന്നത് പോലെ ഞാൻ എപ്പോഴും റെഡി. അങ്ങനെ പല പേരുകളും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേതാവായിരുന്നപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ പ്രധാനം. അല്ല, ദീപാദാസ് മുൻഷി സുധാകരനോട് നേരിട്ട് ഈ കാര്യം സംസാരിച്ചു, ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സുധാകരൻ താല്പര്യമില്ല, രാജിവെക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. എന്നാൽ അദ്ദേഹം AICC പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ KC പോലും ഒന്നും സ്വരം ഘടിപ്പിച്ചാൽ വേണമെങ്കിൽ അദ്ദേഹം രാജിവെക്കുമായിരിക്കും. കാരണം അദ്ദേഹം ഇപ്പോഴും MP ആയിട്ട് അദ്ദേഹത്തിന് തുടരാനുള്ള മുഖം രക്ഷിച്ച് ഫേസ് സേവറായിട്ടുള്ളൊരു പദവി അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജയിപ്പിച്ചു എന്നൊക്കെയുള്ള ക്രെഡിറ്റിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേണമെങ്കിൽ മാറി നിൽക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് സ്വയം അറിയാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് തന്നെ അറിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ശക്തനായ ഒരു KPCC പ്രസിഡന്റ് വരരുത് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ സതീശനും ആ നിർബന്ധമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ശ്രീ പൊടിപ്പാറയുടെ വീട്ടിൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോയപ്പോൾ ഞാനും അദ്ദേഹം കൂടി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ K മുരളീധരൻ പ്രസിഡന്റ് ആയാൽ
ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ കെ മുരളീധരനും സതീശനും. അതിൽ കാസ്റ്റ് കോമ്പിനേഷൻ നായരാണ് മാരാറാണെന്നൊക്കെ പറഞ്ഞ് ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അല്ലെങ്കിൽ അതൊരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു തന്നെ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? സതീശനും മുരളീധരനും കണ്ടാൽ മിണ്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ഈ പാർട്ടിയിൽ ഈ സതീശൻ മാത്രം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാത്രം മെനഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ ശ്രീ പൊടിപ്പാറ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുമ്പോഴും സതീശൻ്റെ ശരീരഭാഷ പലപ്പോഴും ഒരു ഇപ്പോൾ ഷാഫിയുടെയും സതീശൻ്റെ ഒരു താരതമ്യം എടുക്കാം. ഷാഫി എല്ലാവരെയും വെട്ടുന്നു, പക്ഷേ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ വളരെ വിനയാന്വിതനായിട്ട് പുഞ്ചിരിയോടെ സംസാരിക്കുന്നു. ആ ഷാഫി ഒരു വശത്ത് നിൽക്കുമ്പോൾ സതീശൻ ഇതേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പുറമേ അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്താണ്? ഇപ്പോൾ പിണറായി വിജയന് 3ാം ടേമിന് സാധ്യത എന്താണെന്ന് വെച്ചാൽ സതീശൻ ഇപ്പോഴും പാർട്ടിയിൽ അപ്രമാദിത്വം ഉണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ആ ഒരു സ്വീകാര്യതയില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു പിണറായിക്ക് പഠിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയാണ് അതിന് കാരണം. അത് അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇവിടെ പലരും പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കും. ശരി, വളരെ നന്ദി ശ്രീ എം പ്രകാശൻ, ജേക്കബ് ജോർജ് പൊടിപ്പാറ, ആനന്ദ് കൊച്ചുകൂടി നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.